നെഹ്റുവിന്റെ കുലിസിത പ്രവർത്തികൾക്ക് വേണ്ടി നെഹ്റു ഇന്ത്യയുടെ കാശ്മീർ വരെ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആള്. അതിനുള്ള പ്രധാന രേഖകളും പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഗിരിരാജൻ സിംഗ് നമ്മുടെ ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വന്നു. ഈ 6 ഫോട്ടോസ് പിടിച്ചിട്ടായിരുന്നു ഈ വലിയ വണ്ടൻ പാർലമെന്റിലോട്ട് വന്നത്. ഏതാണെങ്കിലും ഇത് കണ്ട് പുളകിതരായിട്ടുള്ള വിജൃംഭിച്ചിരിക്കുന്ന കുറെ സംഘിക്കൂട്ടങ്ങളെ നമ്മൾ കണ്ടു. സംഘികൾ ഇത് കഴിഞ്ഞ് കൈയടിക്കുന്നു, സംഘികൾ ആർത്ത് വിളിക്കുന്നു. എന്താണ് നെഹ്റുവിന്റെ കുലിസിതങ്ങളല്ലേ നമ്മൾ ഈ കാണുന്നത്? ഇയാൾ എന്താ ഇങ്ങനെയെന്നൊക്കെ അല്ലേ വിചാരിക്കുന്നത്? അല്ലെ, നമ്മളിപ്പോൾ ഇതിന് കുറ്റം പറയാനൊന്നുമില്ലേ? ഇവരൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള ചക്കക്കുരു ഇതൊക്കെ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഏതാണെങ്കിലും ഈ മരമണ്ടന്മാര് പറഞ്ഞിട്ടുള്ള ഈ 6 ഫോട്ടോകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെയും 5-മത്തെയും ഫോട്ടോ ഇതാ. ഈ ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ആരാ? ഫോട്ടോ ആണ്. എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഈ വല്ല ശിലായുഗത്തിൽ ജീവിക്കുന്ന മരവണ്ട വാഹനങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കണ്ട് കൈയടിക്കുന്ന സംഖ്യകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നായിന്റെ വാലൊന്നും നീരാൻ പോണില്ല. നായിന്റെ വാല് വളഞ്ഞ് നിൽക്കും. അപ്പം സംഘിന്റെ വാല് നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ, അത് വിട്ടേക്ക്. അപ്പം ആദ്യം 6 ഫോട്ടോയിൽ 1-മത്തെയും 5-മത്തെയും ഫോട്ടോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഫോട്ടോ ആണെന്ന്. ഏതാണ് മരമണ്ടനോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത ഫോട്ടോസാണ് രസം. അതായത് 2-മത്തെയും 3-മത്തെയും ഫോട്ടോ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, നെഹ്റുവിന്റെ സ്വന്തം ചോരയിൽ പിറന്ന പെങ്ങൾ തന്നെയാണ് വിജയലക്ഷ്മി. അതായത് പുള്ളിയുടെ ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്നത് പുള്ളി ഒരു ഒക്കേഷൻ എടുത്ത ഫോട്ടോ ആണ്. 2-മത്തെ ഫോട്ടോ പുള്ളി സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ അംബാസിഡർ ആയിരുന്നു. അന്ന് എടുത്ത 2 ഫംഗ്ഷനിൽ എടുത്തിട്ടുള്ള 2 ഫോട്ടോസാണ്. സ്വന്തം പെങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ പെങ്ങൾ കെട്ടിപ്പിടിച്ചെന്നാൽ അല്ലെങ്കിൽ പെങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കുലിസിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ BJP സംഘ വളിവാണങ്ങളുടെ ഒക്കെ വിചാരം പെങ്ങന്മാർ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താൽ അത് കുലിസിതമാണ്. അപ്പൊ സംഘികളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. സ്വന്തം പെങ്ങളെ പോലും പെങ്ങളായിട്ട് കാണാൻ പറ്റാത്ത തേർഡ് റേറ്റ് ചെറ്റകളാണ് ഈ പറഞ്ഞ സകല എണ്ണും എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പുറത്തോട്ടൊന്നും പറയേണ്ടില്ല. പിന്നെ അവസാനത്തെ ഈ ഒരു ഫോട്ടോ, വേറൊരു ഫോട്ടോ ഉണ്ട് പൊക്കി പിടിച്ച് നടന്ന മറ്റൊരു 4-മത്തെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. ഇത് ആരാന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട പെങ്ങളുടെ മോള്, നമ്മൾ നേരത്തെ കണ്ട വിജയലക്ഷ്മി, അതായത് നെഹ്റുവിന്റെ പെങ്ങളുടെ മകൾ. ഈ മകള് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെങ്ങളെ മോള് നിങ്ങൾക്ക് വന്ന് ഉമ്മ തന്നു കഴിഞ്ഞാൽ അത് BJP എന്ന് പറയേണ്ട ഈ സംഘ പറയുവാണങ്ങൾക്ക് അത് കുലിസിതമായി തോന്നിക്കഴിഞ്ഞാൽ അത് അവന്റെ കണ്ണിന്റെ കുഴപ്പം, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ, അവന്റെ കുടുംബത്തിന്റെ സംസ്കാരത്തിന്റെ കുഴപ്പമാണത്. അപ്പൊ ഇനി അതിനും ഒന്നും പറയാനില്ല. അവസാനത്തെ ഫോട്ടോയിൽ നമ്മൾ ഈ കാണിക്കുന്നത് ലേഡി മൗണ്ട് പാറ്റന്റെ കൂടെ നെഹ്റു സെലിബ്രേറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. സത്യത്തിൽ ഇതൊരു ഡിപ്ലോമാറ്റിക് പ്രോഗ്രാമിൽ നെഹ്റുവിന്റെ വൈഫിന്റെ കൂടെ പോയി ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ മാത്രമായിരുന്നു ഇത്. ഈ 4 അല്ലെങ്കിൽ ഈ 6 ഫോട്ടോ പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ തേർഡ് റേറ്റ് നമ്മുടെ രാജ്യത്തെ മന്ത്രി, ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് കേട്ടോ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ രാജ്യത്തെ ടെക്സ്റ്റൈൽസ് മിനിസ്റ്ററാണ് 6 തെറ്റായിട്ടുള്ള ഫോട്ടോ, ഫേക്ക് ഫോട്ടോ, അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ ഫോട്ടോ, പെങ്ങളുടെ മോളുടെ ഫോട്ടോ, സ്വന്തം വൈഫിന്റെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് നെഹ്റു ഒരു കുലിസിതക്കാരനായിരുന്നു എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഈ തേർഡ് റേറ്റ് പാർട്ടിനെ എന്ത് വിളിക്കാൻ പറ്റും? കുലിസിത പാർട്ടി എന്നോ? അല്ലെങ്കിൽ ഈ ശാഖയിൽ മൊത്തം കൊണ്ടുനേടിയാണ്. പോരാത്തതിന് പല കൊടികുത്തിയ നേതാക്കന്മാർ അങ്ങ് എപ്സ്റ്റീൻ ഫയൽസിൽ കയറി കൂടിയിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ കാശ്മീർ ഫയൽസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണെന്നാണ് പറഞ്ഞത്. കേരള ഫയൽസ് സത്യമാണ്, ബംഗാൾ ഫയൽസ് വളരെ സത്യമാണ്, എപ്സ്റ്റീൻ ഫയൽസോ അതൊന്നും സത്യമല്ല. അങ്ങനെ പേരൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും സത്യമല്ല എന്നാണ് പറഞ്ഞത്. ഏതാണെങ്കിൽ ഈ ഫയലുകളൊക്കെ സത്യമാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ആൾക്കാർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇമ്മാതിരി തേർഡ് റേറ്റ് മന്ത്രിമാർ ഇമ്മാതിരി സാധനങ്ങളും പൊക്കി പിടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്ത് പറയണം? രാഹുൽ ഗാന്ധിയെ നരവേണയുടെ ബുക്ക് പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു ബുക്ക് അങ്ങനെ കെട്ടക്കട്ടെ മാഗസീനിൽ വന്നിട്ടുള്ള 2 വരികൾ വന്ന സമയത്ത് നിക്കറിൽ മുള്ളിയെ, അതല്ലെങ്കിൽ കാവി കളസത്തിൽ മുള്ളി തൂറി നടന്ന ടീമാണിത്. എന്നിട്ട് അയാൾക്കെതിരെ കേസ്. രാഹുൽ ഇത് ഫേക്കാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് രാഹുലിനെ ആജീവനാന്ത വിലക്ക് കൊടുക്കണമെന്ന്. അതെ, രാഹുലിന് ആജീവനാന്ത വിലക്ക് കൊടുക്കണം. രാഹുലിന് ഇനി മത്സരിപ്പിക്കാൻ പാടില്ല, MP സ്ഥാനം തെറിപ്പിക്കണം. നിഷികാന്ത് ദുബെ എന്ന് പറഞ്ഞതാണ്. ഈ മരമണ്ടനോട് കഴിഞ്ഞ ദിവസം ഒരു TV പ്രോഗ്രാം ഏതെന്ന് പറഞ്ഞു, അതിൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് നെഹ്റു അല്ലെങ്കിൽ ഈ മോദിജിനോട് ചോദിക്കുന്നത്, പല ചോദ്യങ്ങൾ വരുന്നുണ്ട്, പല ഇന്ത്യ മുട്ടുകുത്തി ട്രംപിന്റെ കാല് വരെ നക്കിയ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾക്ക് മോദിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം ആ മരമണ്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്. विरोधी दल के नेता हैं, उनका कहना है कि चूंकि मैं नरेंद्र मोदी से सवाल पूछता हूं, उनको चैलेंज करता हूं, इसलिए ये सब लोग मेरे पीछे पड़े रहते हैं। नरेंद्र मोदी से क्या सवाल पूछेंगे? नरेंद्र मोदी तो सवाल से ऊपर हो गए हैं। उनको तो अपने आप से सवाल पूछना चाहिए. കേട്ടല്ലോ, അതായത് മോദിജി ക്രിസ്ത്യൻസിന്, അതായത് ചോദ്യങ്ങൾക്ക് അതീതനാണ്. സത്യം വിശ്വഗുരു സംഘികളുടെ കണ്ട ദൈവമല്ലേ? വിശ്വ ചക്കക്കുരുവല്ലേ? ബയോളജിക്കൽ ദൈവമല്ലേ? ദൈവത്തിനോട് ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ?
അപ്പോൾ ദൈവം എന്ത് ചെയ്തു കഴിഞ്ഞാലും, ദൈവം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ, ഞങ്ങളുടെ മോദി ദൈവം ചെയ്തത് നമുക്ക് വേണ്ടി ചെയ്തെന്ന കാര്യങ്ങളല്ലേ. ട്രേഡ് നമ്മൾ നക്കിയണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സഹിക്കണം, ദൈവം ചെയ്തതല്ലേ. അതുകൊണ്ട് മോദിജി ചോദ്യങ്ങൾക്ക് അതീതനാണ്, മിണ്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഇന്ത്യ ഭരിക്കുന്ന രാജാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതല്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ രാജാവിൻ്റെ കാല് നക്കി നടക്കുന്ന സംഘികളെ നിങ്ങൾക്ക് ഏത് കാലത്ത് ഒരു വെളിച്ചം വെക്കുക തലയിലോട്ട് കുറച്ചെങ്കിലുമൊക്കെ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പരമ പപ്പു ആരാണ്? അതെ, നമ്മുടെ താടിജി തന്നെ. താടിജി, മൂങ്ങിജി, വിശ്വഗുരു, ചക്കക്കുരു, അല്ലെങ്കിൽ ബയോളജിക്കൽ ദൈവം. ഇതാണ് യഥാർത്ഥ പപ്പു. യഥാർത്ഥ പപ്പു, കൂട്ടക്കാരെയും കൂട്ടത്തിലുള്ള എല്ലാവരെയും പപ്പു കളിപ്പിക്കുന്ന യഥാർത്ഥ പപ്പു അതാണ്. പുള്ളിയാണ് യഥാർത്ഥ പപ്പു. രാഹുൽ ഗാന്ധി അല്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തത, അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു അക്യൂറസി എത്രത്തോളം ഉണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പാർലമെന്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴേ പത്രക്കാർ കൂടി നിന്ന് ചോദിക്കുക കാര്യങ്ങൾ. പാർലമെന്റിൽ പോട്ടെ, കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഏതെങ്കിലും ഒരു പത്രത്തിന്റെ മുമ്പിൽ, ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിന്റെ മുമ്പിൽ സ്ക്രിപ്റ്റഡ് അല്ലാണ്ട് പോഡ്കാസ്റ്റ് ചെയ്യാത്ത ഇയാൾ വന്ന് എവിടെയെങ്കിലും ഇയാൾക്ക് ബബ്ബ പറയാൻ പറ്റില്ല. ബബ്ബ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എഫക്റ്റാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ഒരു സ്ഥലത്തോട് ഇയാൾ വരാനത്. അപ്പൊ യഥാർത്ഥ പപ്പു ആരാണെന്ന് ചിന്തിച്ചാൽ മതി. പപ്പു എന്ന് പറഞ്ഞാൽ ഡബിൾ എഞ്ചിൻ അല്ല, 56 ഇഞ്ച് പപ്പു കേട്ടോ, ചെറിയ പപ്പു എന്നല്ല, 56 ഇഞ്ചിന്റെ നെഞ്ചളവുള്ള പപ്പു. യെസ്, പപ്പു, ആ പപ്പു തന്നെ, അതെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പപ്പു. അപ്പോൾ നമ്മൾ പറയാൻ വന്നതൊന്നുമില്ല, വേറെ കുറച്ച് കാര്യങ്ങൾ വന്ന സമയം കൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിച്ച് പോയതായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ എന്താ പറയുക, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷനാണ്. നമ്മുടെ ഇലക്ഷനിലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അതായത് ജ്ഞാനേഷ് കുമാറിൻ്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഏത് രീതിയിലാണ് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നത്, രാവും പകലും കുത്തിയിരുന്ന് പണിയെടുപ്പിച്ച് വേണ്ട പോലെ നക്കി തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അതുപോലെ തന്നെ പാർലമെന്റിന്റെ അകത്തിരുന്നിട്ട്, ലോക്സഭയുടെ അകത്തിരുന്ന് കഴിഞ്ഞാലും പ്രതിപക്ഷത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിപ്പിക്കാൻ അല്ലെങ്കിൽ വാ തുറക്കാൻ സമ്മതിക്കാണ്ട് ഇതിന്റെ ഇടങ്കോലിട്ട് നിൽക്കുന്ന വലിയൊരു വള്ളിയാണ് മറ്റൊരു വള്ളി, ഓം ബിർള. അതായത് രാജ്യത്തെ 2 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് ഇലക്ഷന്റെ അധ്യക്ഷൻ, ഒന്ന് നമ്മുടെ ലോക്സഭയിലെ പാർലമെന്റിലെ അധ്യക്ഷൻ, സ്പീക്കർ. ഈ 2 പേരും BJPക്ക് വേണ്ടി എടുക്കുന്ന പണി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? മാക്സിമം തള്ളി മറിച്ച് പണിയെടുത്ത് കൊടുക്കുന്ന നല്ല ഒന്നാം തരം. നമ്മുടെ നാട്ടിലിരുന്ന ഒരു വീട്ടിലൊരു നായിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നായി നമ്മൾ പറഞ്ഞ പോലെ നിൽക്കും. അതുപോലെ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ. ഈ 2 ആൾക്കാരെ ഇപ്പം നമുക്കറിയാം. ഈ ഓം ബിർളക്കെതിരെ ഇപ്പം പ്രതിപക്ഷം ഒരു ഇംപീച്ച്മെന്റ് ആക്ടിലോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാർലമെന്റിന്റെ 2ാമത്തെ സെഷൻ ഏകദേശം മാർച്ച് എന്നാണ് വരുന്നത്. മാർച്ച് 9-നാണ് പാർലമെന്റിന്റെ 2ാം ബജറ്റ് സമ്മേളനം വരുന്നത്. ആ സമയത്ത് ഈ ഒരു അവിശ്വാസ പ്രമേയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഇപ്പം ചിലപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും വരില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭൂരിപക്ഷമുള്ള പാർട്ടി എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഇപ്പം എന്താ പറയുക, നമ്മൾ 2 പാർട്ടിയുടെയും ഭൂരിപക്ഷം എടുക്കാം. പ്രതിപക്ഷത്തെ എങ്ങനെയൊക്കെ കൂട്ടിക്കൊഴിച്ചാൽ ഒരു 110-140 വോട്ടുകളെ വരുള്ളൂ. മറ്റൊടുത്ത് 100-300 വോട്ടിൻ്റെ അടുത്ത് വരും. ഇനി അതിൽ തന്നെ ഇപ്പം ഏതൊക്കെയാണ് നമ്മുടെ കണക്ക്, കോൺഗ്രസിന് ഏകദേശം 99 സീറ്റ്, അതുപോലെ തന്നെ SP-ക്ക് 37 സീറ്റ് വരും, പിന്നെ DMCക്ക് 29 പേര് വരും, പിന്നെ DMKക്ക് 22 പേര് വരും, ശിവസേന UBTക്ക് ഏകദേശം 9 സീറ്റ് വരും, പിന്നെ മറ്റേ NCP ശരത് പവാറിന്റെ പാർട്ടിക്ക് ഒരു 8 സീറ്റ് വരും, RJDക്ക് ഒരു 4, CPIന് 4, AAPക്ക് 3, JMMന് 3, പിന്നെ NCക്ക് 2 സീറ്റ്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു വന്നു കഴിഞ്ഞാൽ ഒരു 100-240 സീറ്റിന്റെ അടുത്തോട്ട് നമ്മൾ ഒപ്പിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഇംപീച്ച്മെന്റ് പോലത്തെ ഒരു ഇതിന്, അല്ലെങ്കിൽ വോട്ടിംഗ് ഇത് വരുന്ന സമയത്തേക്ക് ഒരു രീതിയിലും എനിക്ക് തോന്നുന്നില്ല അത് എന്താ പറയാ, അത് പാസ്സാവും എന്നുള്ളത് തോന്നുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ സമയം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ പാർലമെന്റിലെ അധ്യക്ഷൻ സ്പീക്കറായിട്ടുള്ള ഓം ബിർളക്കും ഈ 2 ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുക എന്നുള്ളത് മടുത്തു എന്നുള്ളത് നമ്മുടെ മുമ്പിലോട്ട് കാണിക്കുന്നതാണ്. മടുത്തു, അതായത് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്തു കഴിഞ്ഞാലും വാ അടപ്പിക്കുന്ന രീതി. രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളും സംഖ്യകൾ ഏതായാലും മരമണ്ടന്മാരാ, പറഞ്ഞിട്ട് കാര്യം, ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ മണ്ടന്മാരാക്കണ ഈ ഒരു പരിപാടി മടുത്തു പ്രതിപക്ഷത്തിന്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക്. എല്ലാവരും മാക്സിമം ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു. ചില ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഒക്കെ ചെയ്യും. അത് അവരുടെ പ്രതിഷേധം അവരെ അറിയിക്കുന്നത്, ഷെയർ ചെയ്യും, ഒക്കെ ചെയ്യും. അത് അവരുടെ പ്രതിഷേധം. ആ അവസ്ഥയിൽ നമ്മുടെ രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥയാണ്. അപ്പം ഈ ഒരു വിശ്വാസ പ്രമേയം ഈ 2 പേർക്കെതിരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ എത്തില്ലെങ്കിലും അതൊരു സ്ട്രോങ് മെസ്സേജാണ്. അത് ഈ പ്രതിപക്ഷത്തിൻ്റെ സൈഡിൽ നിന്നും അത് പ്രതിപക്ഷം ആരുടെ ശബ്ദമാകുന്നോ ആ ജനങ്ങളുടെ ഒരു സ്ട്രോങ് മെസ്സേജാണ് നമ്മുടെ രാജ്യം ഏത് അവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണിക്കുന്നത്. രാജ്യത്ത് ചോദ്യം ചോദിക്കുന്നവൻ
പപ്പുമായിട്ടും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവന്റെ അംഗത്വം റദ്ദാക്കണമെന്നും ചോദ്യം ചോദിക്കുന്നവനെ മത്സരിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അപ്പുറത്തിരിക്കുന്ന ചോദ്യത്തിനെ പേടിച്ചിരിക്കുന്ന നേതാക്കൾ ചെയ്യുന്ന ഏറ്റവും തേർഡ് റേറ്റ് കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല, സംഘികൾക്ക് മനസ്സിലാവുന്നില്ല എന്നാ. സംഘിക്ക് ഒരു ഗുണം കിട്ടുന്നില്ല, എന്നിട്ടും സംഘി ഇങ്ങനെ കിടന്ന് അല്ലമുറ കൂട്ടുന്നതാണ്. ഇപ്പൊ ഈ ട്രേഡ് കൊണ്ട് എന്തൊക്കെ എഫക്റ്റാ വരാൻ പോകുന്നത് വരും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ കാണാൻ പോവാണ്. ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് സോയ കർഷകർക്കും അതല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ക്ഷീര കർഷകർക്കും ചോളം കർഷകർക്കും എല്ലാവർക്കും കിട്ടാൻ പോകുന്ന പണി വരാൻ പോകുന്നതേ ഉള്ളൂ. അത് കിട്ടുമ്പോൾ അത് എഫക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തിരിയും, എല്ലാവരും തിരിയും. അതല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഈ ചെറ്റക്കുടിയിൽ ജീവിക്കുന്ന സംഘികൾക്ക് അറിയില്ല. അവരിതിലൊന്നും ഇൻവോൾവ് അല്ല, ബിസിനസ്സുകാരല്ല, വലിയ കൃഷി ചെയ്യാൻ അറിയില്ല, ഒരു ബിസിനസ് ചെയ്യാൻ അറിയില്ല, പൈസ ഉണ്ടാക്കാൻ ഒന്നും അറിയില്ല, ജയ് വിളിക്കാൻ മാത്രം അറിയുന്ന പരമ വാണസംഘികൾ. ഐറ്റൊക്കെ ഒന്നും അറിയില്ല. ഐറ്റൊക്കെ എപ്പോഴും മോദി ഭക്തി കയറി മൂത്ത് നിൽക്കുന്നതാ. അതല്ലാണ്ട് ഇത് എഫക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പിടിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും മുന്നോട്ട് വരും, പുറത്തോട്ട് ആളുകൾ ഇറങ്ങും, റോട്ടിലോട്ട് ആളുകൾ ഇറങ്ങും. അധികം വൈകാണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ ഏതൊക്കെ നിങ്ങൾ പറയും. എന്തിനെങ്കിലും ഒന്ന് തുറന്ന് ഉത്തരം പറഞ്ഞോ? പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞോ? എപ്സ്റ്റീനിൽ പേര് വന്നതിനെ പറ്റി ഉത്തരം പറഞ്ഞോ? സ്വന്തം പേര് എപ്സ്റ്റീൻ്റെ ഫയലിൽ വന്ന് ഉത്തരം പറഞ്ഞോ? ഇല്ല. പിന്നെ സ്വന്തം മന്ത്രിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ വന്ന് ഉത്തരം പറഞ്ഞോ? ഇല്ല. അതിന് പകരം എന്താ ചെയ്തത്? ഇന്ന് വലിയൊരു ഒരു എന്താ പറയാ പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഇന്ന് വലിയൊരു പുള്ളിനെ പ്രശംസിച്ചുകൊണ്ട്, ഹർദീപ് സിംഗ് പൂരിനെ പ്രശംസിച്ചുകൊണ്ട് മോദിജി ഒരു ട്വീറ്റ് ചെയ്തു. രാജ്യത്തിന് വേണ്ടിയിട്ട് സംഭവമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെട്രോളിയം മന്ത്രി, രാജ്യത്തിന്റെ പല താല്പര്യങ്ങൾക്കും വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന പെട്രോളിയം മന്ത്രിക്ക് ബർത്ത്ഡേ വിശ്വാസം പറഞ്ഞുകൊണ്ട് നാണുണ്ടോ എനിക്ക്? ഒരു ഇച്ചിരിയെങ്കിലും ഉള്ളിപ്പം നാണം നിനക്കുണ്ടോ? അതൊരു സാധനം ഈ ഒരു അവസരത്തിൽ ഇടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഹർദീപ് സിംഗ് പൂരി സകല ചാനലുകളിലും അങ്ങോട്ട് ഇന്റർവ്യൂ കൊടുത്ത് പെടുന്നുണ്ട്. എവിടെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് 4-5 വട്ടം കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ഭരണപക്ഷത്തിന്റെ ഒരു അംഗം പോലും ആവുന്നതിന് മുമ്പേ ഞാൻ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന പല പദ്ധതികളെ പറ്റി എപ്സ്റ്റീനോട് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പോയിട്ട്, എപ്സ്റ്റീന്റെ വീട്ടിൽ പോയിട്ട് അവിടെ തന്നെ പൊളിഞ്ഞ് പാളീസായിട്ടിരിക്കുക. അപ്പോൾ പറഞ്ഞതെല്ലാം ആന മണ്ടത്തരമാണ്, പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. നമ്മുടെ പ്രധാന ജി ആണെങ്കിലും ജിയുടെ താഴത്തുള്ള സകല കുട്ടി ജികളാണെങ്കിലും സകലവും നല്ല നല്ല ആളത്തീട്ടങ്ങളാന്നുള്ളത് ഈ പല പരിപാടികളിൽ നിന്ന് ആൾക്കാർ മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഇപ്രാവശ്യത്തെ BJP മൂന്നാം മോദി 3.0 മൊത്തം 3.0 3.3 കംപ്ലീറ്റ്. തൊട്ടതും പിടിച്ചതും എല്ലാം, അതായത് കഴിഞ്ഞ 10-11 വർഷങ്ങളായിട്ട് അടക്കി പിടിച്ച് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ച PR വർക്ക് പലതും പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തോട്ട് വരുന്നുണ്ട് എന്നുള്ള അതായത് ഒരു ലിമിറ്റില്ലേ നമ്മൾ ഈ PR വെച്ചിട്ട് എത്ര കാലം 10,000 കോടിയാണ് 10 കൊല്ലം കൊണ്ട് മോദി PR മാത്രം ചെയ്തത്. ഇന്ത്യയൊക്കെ പൈസ ആലോചിച്ചാൽ മതി കേട്ടോ. നമ്മളൊക്കെ കൊടുത്ത നികുതി പൈസ 10,000 കോടിയാണ് മോദിനെ വിശ്വഗുരുവാക്കാൻ ട്രൈ ചെയ്തത്. അവസാനം കൊടുത്ത് പണിയെല്ലാം വിശ്വം കറങ്ങിയിട്ടുള്ള എല്ലാ നാട്ടിലും എല്ലാവരും പണി കൊടുത്ത് ഇപ്പോൾ മൂച്ചിത്തെറ്റിയിരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം BJP സർക്കാരിനും നമ്മുടെ വിശ്വഗുരുവിനും എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എല്ലാ രീതിയിലും. നോക്കാം എന്താവും എന്നുള്ളത്.